നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പുതുക്കാട് സ്റ്റേഷനിലെ ഹോംഗാർഡിന് ഗുരുതരമായി പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. നാടും നഗരവും ഓണത്തിരക്കിൽ. മലയാളികൾക്ക് നാളെ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തിന് 2 ദിവസം ബാക്കി നിൽക്കെ ഓണവിപണി സജീവമായി. മാള വടമയിൽ വയോധികയെ വീടിനകത്ത് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ലഹരിക്കെതിരെ തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ തെക്കേ ഗോപുരനടയിൽ മെഗാ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. വോട്ടർ അധികാർ യാത്രയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. അതിദരിദ്രർക്ക് ഓണക്കോടി വിതരണവും ഹരിത കർമ്മസേന, കാർഷിക കർമ്മസേന എന്നിവർക്കുള്ള ബോണസ് വിതരണവും നടത്തി. വാർത്തകൾ വിശദമായി. ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പുതുക്കാട് സ്റ്റേഷനിലെ ഹോംഗാർഡിന് ഗുരുതരമായി പരിക്കേറ്റു. പള്ളിക്കുന്ന് സ്വദേശി ജോസിനാണ് പരിക്കേറ്റത്. തലയ്ക്കും കാലിനും പരിക്കേറ്റ ജോസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം. സ്റ്റേഷനിൽ നിന്ന് ആമ്പല്ലൂരിലേക്ക് ജോലിക്ക് പോകുന്നതിനായി ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ കേസെടുത്ത കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. നിയമചരിത്രത്തിലെ തന്നെ വളരെ അപൂർവമായ നടപടികളിലൂടെയാണ് കോടതി പോലീസുകാരെ പ്രതികളാക്കി കേസെടുക്കുന്നത്. 2023 ഏപ്രിൽ മാസം 5-ാം തീയതി ചൊവ്വന്നൂരിൽ വെച്ച് വടിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കുകയും ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം സ്റ്റേഷനിലെ SI നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് സ്റ്റേഷനിലെ ഇടിമുറിയിൽ വെച്ച് സബ് ഇൻസ്പെക്ടർ നുഹ്മാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന വ്യാജ പരാതിയുണ്ടാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. തുടർന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണം വൈദ്യപരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു. തുടർന്ന് സുജിത്ത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ സുജിത്തിനെ 5 പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭ്യമായി. പോലീസിനെതിരെ സുജിത്ത് നടത്തിയ ധീരമായ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നംകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് L ജയന്ത് ഉത്തരവിട്ടത്. നാടും നഗരവും ഓണത്തിരക്കിൽ. മലയാളികൾക്ക് നാളെ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തിന് 2 ദിവസം ബാക്കി നിൽക്കെ ഓണവിപണി സജീവമായി. പച്ചക്കറികൾക്ക് കഴിഞ്ഞ ദിവസത്തേക്കാൾ അല്പം വില കൂടി. നാടൻ പയറിന് ഹോൾസെയിൽ മാർക്കറ്റിൽ 100 രൂപയാണ് വില ഈടാക്കുന്നത്. വെണ്ടയ്ക്ക, ക്യാരറ്റ്, മുരിങ്ങ, നേന്ത്രക്കായയും വില കൂടി. പൂവിപണിയും വസ്ത്രവിപണിയും സജീവമാണ്. മഴ ഒഴിഞ്ഞതോടെ വിപണി ഉഷാറാകുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഓണം പടിവാതുക്കൽ എത്തിയതോടെ തൃശൂരിലെ തേക്കിൻകാട് മൈതാനിയിൽ ഓണക്കച്ചവടം തകൃതിയായി. ഓണക്കോടികൾ, ചെരുപ്പുകൾ, ബാഗുകൾ, മൺചട്ടികൾ, ഉപ്പേരികൾ തുടങ്ങിയവ കൊണ്ട് വിപണി ഉഷാറാണ്. ഇനി വരുന്ന 2 നാളുകൾ കച്ചവടം പൊടിപൊടിക്കുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. മാള വടമയിൽ വയോധികയെ വീടിനകത്ത് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടമുട്ടം വീട്ടിൽ 72 വയസ്സുള്ള ഉഷയാണ് മരിച്ചത്. പാൽ തിളപ്പിക്കുന്ന സമയത്ത് വസ്ത്രത്തിലേക്ക് തീ പടർന്നതാണ് അപകടത്തിന്റെ കാരണമെന്ന് സംശയിക്കുന്നു. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ മെഗാ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. ഓണത്തെ വരവേൽക്കാൻ മാത്രമല്ല, മാവേലിയും ലഹരിക്കെതിരെയാണിഷ്ട എന്ന വേറിട്ട ലഹരിവിരുദ്ധ സന്ദേശം വിഷയമാക്കിയാണ് പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. തൃശൂർ സിറ്റിയിലെ 20 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ട്രാഫിക് വനിതാ സ്റ്റേഷൻ ഉൾപ്പെടെ 50 ടീമുകളാണ് പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒന്നാം സമ്മാനം 10,000 രൂപ, രണ്ടാം സമ്മാനം 7,500 രൂപ, മൂന്നാം സമ്മാനം 5,000 രൂപ എന്നിങ്ങനെയാണ് പൂക്കള മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ സമ്മാനദാനം നിർവഹിച്ചു. വോട്ടർ അധികാർ യാത്രയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ വോട്ടർ അധികാർ യാത്രയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തിയത്. പ്രകടനത്തിന് പരിയാരം മണ്ഡലം പ്രസിഡന്റ് വി സി ബെന്നി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ജെയിംസ് പോൾ ഉദ്ഘാടനം ചെയ്തു. റാഫി കല്ലൂപ്പാലം, ജുവിൻ കല്ലേലി, ജോയ് കുറ്റിപ്പുഴ, PP അഗസ്തി, ജോഷി ജോർജ്, ഷാജു വല്ലാത്തുകാരൻ, ഡാർലി പോൾസൺ, ഡെന്നി ആന്റണി, സിനി ലോനപ്പൻ, ഡാലി വർഗീസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രർക്ക് ഓണക്കോടി വിതരണവും ഹരിത കർമ്മസേന, കാർഷിക കർമ്മസേന എന്നിവർക്കുള്ള ബോണസ് വിതരണവും നടത്തി. ഓണക്കോടി വിതരണവും ബോണസ് വിതരണവും പുതുക്കാടി MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ബീന സുരേന്ദ്രൻ, KC പ്രദീപ്, MK ശൈലജ ടീച്ചർ, NM പുഷ്പാകരൻ, നിതിൻ CN എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 80 രൂപ കൂടി ഗ്രാമിന് 9,805 രൂപ, പവന് 78,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പുതുക്കാട് സ്റ്റേഷനിലെ ഹോംഗാർഡിന് ഗുരുതരമായി പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. നാടും നഗരവും ഓണത്തിരക്കിൽ. മലയാളികൾക്ക് നാളെ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തിന് 2 ദിവസം ബാക്കി നിൽക്കെ ഓണവിപണി സജീവമായി. മാള വടമയിൽ വയോധികയെ വീടിനകത്ത് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ലഹരിക്കെതിരെ തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ തെക്കേ ഗോപുരനടയിൽ മെഗാ പൂക്കള മത്സരം സംഘടിപ്പിച്ചു. വോട്ടർ അധികാർ യാത്രയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. അതിദരിദ്രർക്ക് ഓണക്കോടി വിതരണവും ഹരിത കർമ്മസേന, കാർഷിക കർമ്മസേന എന്നിവർക്കുള്ള ബോണസ് വിതരണവും നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.